Good morning to all. Last few classes we have already discussed about that is heat exchangers, types of heat exchangers, and that is LMTD, that is logarithmic mean temperature difference of that is parallel flow heat exchanger and counter flow heat exchanger. Okay. Next, we move into next topic, that is effectiveness. Heat exchanger, the same thing we will continue. That is have to find out that is heat exchanger effectiveness. How to find out the heat exchanger effectiveness. ഓക്കെ, നമുക്കറിയാം. നമ്മൾ നേരത്തെ LMTD കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ LMTD എന്നുള്ളത് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? നമുക്ക് ടെമ്പറേച്ചേഴ്സ്, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് നമുക്ക് നോൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് നമുക്ക് അവിടുത്തെ അറിയാം. അങ്ങനത്തെ കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുക? ദാറ്റ് ഈസ് LMTD നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റാം. എന്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റാം? LMTD, ദാറ്റ് ഈസ് ലോഗറിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു മെത്തഡോളജി നമ്മൾ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ്, എന്താണ് ആക്ച്വലി ഹീറ്റ് എക്സ്ചേഞ്ചർ എഫക്റ്റീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമുക്കറിയാം എഫക്റ്റീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് പാരാമീറ്റർ ആണ്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ heat transfer to maximum possible heat transfer. It is the ratio of actual heat transfer to maximum possible heat transfer. അതാണ് എന്ത് നമ്മൾ പറയുന്നത്? ദാറ്റ് ഈസ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്? എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് എഫക്റ്റീവ്നെസ്, നമുക്കൊന്ന് ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ആക്ച്വലി നമ്മുടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എഫക്റ്റീവ്നെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് Q ഡിവൈഡഡ് ബൈ Q മാക്സ്. Q ഡിവൈഡഡ് ബൈ Q മാക്സ്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ Q ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് എനർജി ബാലൻസ് ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്ത് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്? എനർജി ബാലൻസ് ഇക്വേഷൻ. അപ്പൊ എനർജി ബാലൻസ് ഇക്വേഷൻ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ നമുക്കറിയാം. ഹോട്ട് ഫ്ലൂയിഡിന്റെയും കോൾഡ് ഫ്ലൂയിഡിന്റെയും നമ്മൾ സെപ്പറേറ്റ് ആണ് എനർജി ബാലൻസ് ചെയ്യാറ്. അപ്പൊ ഹോട്ട് ഫ്ലൂയിഡിന്റെ എനർജി ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? Q ഈക്വൽ ടു നമുക്കറിയാം MCP എന്താണ്? ജനറൽ ഇക്വേഷൻ അറിയാം. എന്താ വരേണ്ടാവുക? M ദാറ്റ് ഈസ് എന്താ പറയുന്നത്? ജനറൽ ഇക്വേഷൻ എന്താ പറയുന്നത്? MCP ഡെൽറ്റ ടി. ജനറൽ ഇക്വേഷൻ എന്താ പറയുന്നത്? MCP ഡെൽറ്റ ടി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? MH, that is mass flow rate of hot fluid, then CPH, the specific heat of that is hot fluid, then TH1 minus TH2, that is temperature of hot fluid inlet and outlet. Okay, that is equal to same cold fluid MC CPC TC2 minus TC1. ഇവിടെ എന്താ കാരണം? ഇൻലെറ്റ് ആണ് ഹയർ, TH1 minus TH2. ഇവിടെ എന്താ പ്രത്യേകത? TC2 ആണ് ഹയർ. നമ്മൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നുള്ള രീതിക്കാണ് നമ്മൾ അത് ചെയ്യുന്നത്. സോ MCP CPC ഇൻറ്റു TC2 മൈനസ് TC1, TC2 മൈനസ് TC1. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം, ജനറൽ നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് ഉണ്ട്. MH ഇൻറ്റു CPH എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് CH, ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആണ്. MC CPC എന്ന് പറഞ്ഞാൽ CC ആണ്, ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ആണ്. അതേപോലെ തന്നെ സി മിനിമം സി മാക്സ് എന്ന് പറഞ്ഞാൽ സി മിനിമം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ കപ്പാസിറ്റി റേറ്റ് ഓഫ് മിനിമം ഫ്ലൂയിഡ് കപ്പാസിറ്റി റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? സി മിനിമം എന്ന് പറയാം. അതെന്താവാം? CHO CCO ആവാം. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആവാം, അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ആവാം, അല്ലെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡ് ആവാം. ഏതിനാണോ കുറവ് വരുന്നത് അതാണ് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ സി മാക്സിമം എന്ന് പറഞ്ഞാലോ ദാറ്റ് ഈസ് ഓൾസോ മാക്സിമം ഫ്ലൂയിഡ് കപ്പാസിറ്റി റേറ്റ് ആണ്. അതും ഏതാവാം? ഏതിനാണോ മാക്സിമം, ചിലപ്പോൾ CH ആണ് ഹയർ എങ്കിൽ CH ആവാം, CC ആണ് ഹയർ എങ്കിൽ CC ആവാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. എന്താണ് ദാറ്റ് ഈസ് എഫക്റ്റീവ്നെസ്? എഫക്റ്റീവ്നെസ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയാം. എന്താണ് എഫക്റ്റീവ്നെസ്? എഫക്റ്റീവ്നെസ് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഓഫ് ദ ഹീറ്റ് എക്സ്ചേഞ്ചർ
heat transfer rate of the heat exchanger to maximum possible heat transfer. എന്താണ് heat transfer rate of എന്താണ് heat exchanger to the maximum possible heat transfer. അപ്പോൾ ഇത് എങ്ങനെയാവാം? ഇഫ് നമുക്കറിയാം ഇഫ് എനി ഹീറ്റ് എക്സ്ചേഞ്ചർ ദ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ് മാക്സിമൈസേഷൻ ഓഫ് എന്താണ് ഹീറ്റിംഗ് ഓർ കൂളിംഗ്. ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് മാക്സിമൈസേഷൻ ഓഫ് എന്താണ് ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ടു ഗെയിൻ നമുക്കറിയാം ദാറ്റ് ഈസ് എന്താണ് ടു ഗെയിൻ മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ഹെൻസ് എന്താണ് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. നമുക്കറിയാം നമുക്ക് മാക്സിമം ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് കിട്ടി. അപ്പൊ അവിടെ എന്ത് കിട്ടും? മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് കിട്ടും. അതേസമയം നമുക്ക് അവിടെ കിട്ടുന്നത് കുറവ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റും അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം. ലെറ്റ് us എക്സാമ്പിൾ, ഇതൊരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? TH1 - TC1 ആണ്. ഇതാണ് കണ്ടോ, TH1 - TC1 എന്നുള്ളതാണ് മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? TH1 - TC1 ആണ് എന്നുള്ളത് മാക്സിമം പോസിബിൾ ഹീറ്റ് ടെമ്പറേച്ചർ. നമുക്കറിയാം മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അവിടെ എന്താവണം? ഹീറ്റ് കപ്പാസിറ്റി എന്താവണം? മിനിമം ആവണം. ഹീറ്റ് കപ്പാസിറ്റി എന്താവണം? മിനിമം ആവണം. അത് ഏതിന്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലായല്ലോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? The maximum rate of heat transfer for parallel flow or counter flow heat exchanger is the outlet temperature of the fluid with a smaller value. Outlet temperature of the fluid with a smaller value of എന്താണ്? Outlet temperature of the fluid എന്താണ്? Smaller value of എന്താണ്? CH or CC, that is എന്താവണം? C minimum were to be equal to എന്താണ്? ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ്. അത് നോക്കണ്ട, നമുക്ക് വേണ്ട കാര്യം എത്രയേ ഉള്ളൂ. ഹീറ്റ് കപ്പാസിറ്റി മിനിമം ആയിട്ട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഹയർ ആവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഒരു പോസിബിലിറ്റി ഉണ്ടാവുക. അടുത്തൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ എന്താവണം? ഹീറ്റ് കപ്പാസിറ്റി ഹയർ ആയിരിക്കും. മാക്സിമം പോസിബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചീവ് നമുക്ക് ഓൺലി എന്താണ്? നമുക്ക് ഇങ്ങനെയാണ്, ഈ മെത്തേഡിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഓക്കെ ആണല്ലോ. അതാണ് മാക്സിമം, ദാറ്റ് ഈസ് ക്യൂ മാക്സ്. സോ ക്യൂ മാക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എന്താവാം? CH × TH1 - TC1 ആവാം, ഓർ CC × TH1 - CC1 ആവാം. എവിടെയാണോ നമുക്ക് എന്ത് വരണ്ടാവും? ക്യൂ മാക്സ്, മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എപ്പോഴും പോസിബിൾ ആവുക എങ്ങനെയാണ്? C മിനിമം ആയി എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് ഹയർ ആവണം. അത് C മിനിമം എന്നുള്ളത് എന്താവാം? അത് CH ആവാം, അല്ലെങ്കിൽ CC ആവാം. CH ആവാം, അല്ലെങ്കിൽ എന്താവാം? CC ആവാം. ഓക്കെ, രണ്ടും ആവാം. ദാറ്റ് ഈസ് when എന്താണ്? മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് occurs എന്താണ്? the fluid having എന്താണ്? minimum value of heat capacity rate. the fluid having എന്താണ്? minimum value of heat capacity rate and എന്താണ്? maximum temperature difference. ഇങ്ങനെ വരുന്നുണ്ടാവുക മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എപ്പോഴാണ് പോസിബിൾ ആവുക? വിത്ത് എന്താണ്? ദ ഫ്ലൂയിഡ് ഹാവിംഗ് മിനിമം ഹീറ്റ് കപ്പാസിറ്റി റേറ്റ് ആൻഡ് മാക്സിമം എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ്. നോക്കാം. ഇനി നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ, എഫക്റ്റീവ്നെസിന്റെ ഇക്വേഷൻ. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്താണ്? വിത്ത് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് ക്യൂ ആക്ച്വൽ ഡിവൈഡഡ് ബൈ എന്താണ്? ക്യൂ മാക്സ്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ ആക്ച്വൽ രണ്ട് കേസിലും നമുക്ക് ചെയ്യാം, ഹോട്ട് ഫ്ലൂയിഡിന്റെ കേസിലും കോൾഡ് ഫ്ലൂയിഡിന്റെ കേസിലും. അപ്പൊ ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ക്യൂ ആക്ച്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂ ആക്ച്വൽ എന്ന് വെച്ചാൽ എന്താണ്? ഹോട്ട് ഫ്ലൂയിഡിന്റെ കേസ് ആണെങ്കിൽ CH × TH1 - TH2, CH × TH1 - TH2 ഹോട്ട് ഫ്ലൂയിഡിന്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ക്യൂ മാക്സിമം എന്ന് വെച്ചാൽ എന്താണ്? ദ ഹീറ്റ് കപ്പാസിറ്റി മിനിമം വിത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഹയർ ആണ്. അപ്പൊ C മിനിമം × TH1 - TC1, C മിനിമം × TH1 - TC1. ഓക്കെ ആണല്ലോ. ഇനി കോൾഡ് ഫ്ലൂയിഡ് ആണെങ്കിലോ CC × എന്താ വരുന്നുണ്ടാവുക? ക്യൂ ആക്ച്വൽ എന്ന് വെച്ചാൽ TC2 - TC1, CC × TC2 - TC1 ഡിവൈഡഡ് ബൈ എന്താണ്? C മിനിമം × TH1 - TC1. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഇനി ഇതിനെ നമ്മൾ ഈ എഫക്റ്റീവ്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ക്യൂവിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. നമുക്ക് നോക്കാം എന്താ പറയണത്? once the effectiveness is known, the heat transfer rate can be very easily calculated by using equation. നമുക്കറിയാം
ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് എഫക്റ്റീവ്നെസ് നമുക്ക് അറിയാമെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് ക്യൂ ആണ്. ഇതെന്താണ്? ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ആണ്. സോ ക്യൂ ഈക്വൽ ടു എന്താണ്? എഫക്റ്റീവ്നെസ്. ക്യൂ ഈക്വൽ ടു എന്താണ്? എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ക്യൂ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. കിട്ടിയല്ലോ? ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഈസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു TH1 മൈനസ് TH2. നമ്മൾ ഈ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാ? ഇത് എഫക്റ്റീവ്നെസ് ആണ്. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ. മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താണ്? സി മിനിമം ഇൻറ്റു എന്താണ്? TH1 മൈനസ് TC1 ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചേ? എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു TH1 മൈനസ് TC1. കിട്ടിയല്ലോ? ഇതാണ് ഇക്വേഷൻ. കിട്ടിയല്ലോ? തെറ്റിക്കില്ലല്ലോ? മനസ്സിലായല്ലോ എല്ലാവർക്കും? എഫക്റ്റീവ്നെസ് ക്യൂ ഈക്വൽ ടു എന്താണ്? ഒന്നുകൂടെ പറയാം. ആ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? എഫക്റ്റീവ്നെസ് നമുക്ക് ഈക്വൽ ടു എന്താണ്? ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ മാക്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ആണ്. ക്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? TH1 മൈനസ് TC1. ഇതിനകത്ത് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. സോ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു എന്താണ്? TH1 മൈനസ് TC1. കിട്ടിയല്ലോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കിട്ടിയല്ലോ? ഓക്കെ, നോക്കാം. അപ്പൊ ഇനി നമ്മൾ ഈ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അടുത്തൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? LMTD വെച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ നേരത്തെ LMTD എന്നുള്ള മെത്തേഡ് കണ്ടുപിടിച്ചിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ എഫക്റ്റീവ്നെസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എഫക്റ്റീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ. നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ അപ്രോച്ചും ഉണ്ട്, ടാബുലർ ഫോമിലുള്ള. രണ്ട് തരത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, കമ്പൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് കമ്പൈൽ ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? എഫക്റ്റീവ്നെസ്, നോൺ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള നമ്പർ ആയിട്ടുള്ള എഫക്റ്റീവ്നെസ് ആണ് നമ്മളിവിടെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? നോൺ ഡയമെൻഷണൽ പാരാമീറ്റർ ആണ്. അപ്പൊ ഈ നോൺ ഡയമെൻഷണൽ പാരാമീറ്റർ വെച്ച് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് NTU. എന്താണ്? The method which can be used to find heat transfer rate with effectiveness. The method which can be used to find out heat transfer rate with effectiveness, that is known as NTU. നമുക്കറിയാം, this method facilitate എന്താണ്? The comparison between എന്താണ്? Various types of heat exchangers. എന്താവാം? which may be used for എന്താവാം? particular application ആവാം. അപ്പൊ ഈ മെത്തേഡ് എന്നുള്ളത് അല്ലെങ്കിൽ അപ്രോച്ച് നമ്മൾ ചെയ്യുന്നതാണ് കമ്പാരിസൺ. നമ്മളറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. അതിനെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ മെത്തഡോളജി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. That means the effectiveness expression for എന്താണ്? പാരലൽ ഫ്ലോ ആൻഡ് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എഫക്റ്റീവ്നെസ് ഓഫ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എന്താണ്? എഫക്റ്റീവ്നെസ് ഓഫ് പാരലൽ ഫ്ലോ. നമുക്ക് മനസ്സിലാക്കാം, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്? എഫക്റ്റീവ്നെസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ NTU മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ NTU മെത്തേഡ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കറിയാം, നേരത്തെ LMTD എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്ത് എവിടെയാണ്? ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ കണ്ടീഷൻസ് നമുക്ക് അറിയാവുന്ന കണ്ടീഷനാണ്, അറിയാം. അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് നമുക്ക് അറിയാം. ഇങ്ങനത്തെ കണ്ടീഷനിലാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റിയത്? നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ LMTD എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ അതേ സമയം തന്നെ നമുക്കിപ്പോ അങ്ങനത്തെ ഒന്നും അറിയില്ല. ടെമ്പറേച്ചർ നമുക്ക് അവിടെ ടെമ്പറേച്ചർ ഒന്നും അറിയാവുന്ന എല്ലാ ടെമ്പറേച്ചറും നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ, അതിന് പകരം നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് നമുക്ക് അറിയാൻ പറ്റും. ഏരിയ നമുക്കറിയാം. അങ്ങനത്തെ കണ്ടീഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? NTU യൂസ് ചെയ്യാം.
NTU മെത്തേഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ് എഫക്റ്റീവ്നെസ് വെച്ച് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് NTU എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് എന്താണ് ദാറ്റ് ഈസ് എഫക്റ്റീവ്, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്. നമുക്ക് നോക്കാം. ജനറലി ലെറ്റ് us കൺസിഡർ ഒരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? അവിടുത്തെ DQ ഒരു ചെറിയൊരു എലമെന്റൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് DQ. ആ ഏരിയയിലെ അവിടുത്തെ ഏരിയ ആണ് DA ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? DQ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. DQ ഈക്വൽ ടു എന്താണ്? U ഇൻറ്റു DA ഇൻറ്റു TH മൈനസ് TC. U എന്ന് വെച്ചാൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. DA എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ചെറിയൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഏരിയ ആണ്. TH ആൻഡ് TC എന്ന് വെച്ചാൽ അവിടുത്തെ ഹോട്ട് ആൻഡ് കോൾഡ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. സോ അഗെയിൻ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് MCPH ഇൻറ്റു DTH. ദാറ്റ് ഈസ് ഈക്വൽ ടു MCCPC ഇൻറ്റു DC. ഓക്കെ, മൈനസ് MCPH ഇൻറ്റു DTH ദാറ്റ് ഈസ് ഈക്വൽ ടു MCCPC ഇൻറ്റു DTC. നമുക്കറിയാം ഹോട്ട് ഫ്ലൂയിഡിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ താഴേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ലെങ്ത് കൂടും തോറും ടെമ്പറേച്ചർ കുറയുവാണ് ഉണ്ടാവുന്നത് അല്ലെ? ടെമ്പറേച്ചർ കുറയുവാണ്. പക്ഷെ കോൾഡ് ഫ്ലൂയിഡിന്റെ കേസ് എന്താണ്? അവിടെ ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്ത് അവിടെ നെഗറ്റീവ് സൈൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ M ഇൻറ്റു CPH നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് വെച്ചു? CH നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് CH ഇൻറ്റു DTH ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ MCCPCക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? CC ഇൻറ്റു DTC. കിട്ടിയല്ലോ? ഈ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. DQ എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. DQ ഒരു ചെറിയൊരു എലമെന്റിൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലായി. എങ്ങനെയാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വിത്ത് രണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഒക്കെ ആയിരിക്കും. ഇൻലെറ്റ് കണ്ടീഷനിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, ഔട്ട്ലെറ്റ് കണ്ടീഷനിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആകുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് U ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കറിയാം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. ഒന്ന്, ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് എന്താണ്? DTH. നമുക്കറിയാം DTH ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ? D സബ്സ്ക്രിപ്റ്റ് TH എന്നുള്ളത്. സോ DTH ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? DQ ഡിവൈഡഡ് ബൈ എന്താണ്? മൈനസ് DQ ഡിവൈഡഡ് ബൈ CH. ഒരെണ്ണം കിട്ടി DTH. ഇനി ഇതിനകത്ത് നമുക്ക് DTC കണ്ടുപിടിക്കാം. DTC ദാറ്റ് ഈസ് ഈക്വൽ ടു DQ ഡിവൈഡഡ് ബൈ CC. മനസ്സിലായല്ലോ? DTC ദാറ്റ് ഈസ് ഈക്വൽ ടു DQ ഡിവൈഡഡ് ബൈ CC. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? DTH നമുക്ക് കിട്ടി, DTC നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള തന്നെയാണ് കേട്ടോ. D of TH minus TC that is equal to, അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? DQ നെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. മൈനസ് DQ നെ നമ്മൾ എന്തായിട്ട് എടുത്തു? കോമൺ ആയിട്ട് ടേക്ക് ഔട്ട്. മൈനസ് DQ നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഈ ബാക്കി എന്താ ഉള്ളത്? ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്താ പറയുന്നത്? 1 ഡിവൈഡഡ് ബൈ CH. ബാക്കി എന്താ ഉള്ളത്? 1 ഡിവൈഡഡ് ബൈ CH പ്ലസ് 1 ഡിവൈഡഡ് ബൈ CC. എന്താ പറയുക? 1 ഡിവൈഡഡ് ബൈ CH പ്ലസ് 1 ഡിവൈഡഡ് ബൈ CC. കിട്ടിയോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ. എന്താണ് വന്നത്? DTH or D of TH minus TC that is equal to എന്താ പറയുന്നത്? മൈനസ് ഓഫ് DQ ഇൻറ്റു എന്താ പറയുക? 1 ഡിവൈഡഡ് ബൈ CH പ്ലസ് 1 ഡിവൈഡഡ് ബൈ CC. 1 ഡിവൈഡഡ് ബൈ CH പ്ലസ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ CC. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? നമ്മൾ ഈ DQന്റെ വാല്യൂ നമ്മൾ നോക്കാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് DQ ഫ്രം ദ എക്സ്പ്രഷൻ 1 നമ്മൾ എന്ത് ചെയ്യാണ്? DQന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മളൊരു ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മളോട് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. DQ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ എഴുതാട്ടോ. ഞാനിവിടെ എഴുതുന്നുണ്ട്. DQ that is equal to U DA into TH minus TC ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മളിവിടെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചത് എന്താ? D of TH minus TCക്ക് മാത്രമാണ് നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനെ നമ്മളൊന്ന് DQക്ക് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് എന്താ വരണേ നോക്കാം. DQലേക്ക് നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കാര്യം എന്താ?
ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഡി ടി എച്ച് മൈനസ് ടി സി അല്ലെങ്കിൽ ഡി ക്യൂ. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം, ഡി ക്യൂ നോക്കിയാൽ മതി. ഡി ക്യൂ ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് ഡി ക്യൂ ഈക്വൽ ടു മൈനസ് ഓഫ് ഡി ടി എച്ച് മൈനസ് ടി സി. അപ്പൊ നമ്മൾ ഇതിനെ ഈ ഡി ക്യൂവിനെ നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പൊ ഡി ക്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഡി ഓഫ് എന്താ വരുന്നുണ്ടാവുക? ടി എച്ച് മൈനസ് ടി സി, ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. കിട്ടിയോ? ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ സി എച്ച് 1 ഡിവൈഡഡ് ബൈ സി സി. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ടി എച്ചിനും ടി സിനും നമ്മളൊന്ന് ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഒരു മൈനസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മളൊന്നിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. എങ്ങനെ വരുന്നത്? ഈ മൈനസ് അവിടെ ഉണ്ട്, മൈനസ് നമുക്ക് അവിടെ നിർത്താം. ഡി ഓഫ് എന്ത് വന്നു? ടി എച്ച് മൈനസ് ടി സി ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ആ ടി എച്ചിനും ടി സിനും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ഡി ഓഫ് ആ ഡി കോമൺ അല്ലേ, അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്തു? ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി, ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി. ഈ ടി എച്ച് മൈനസ് ടി സി ഉണ്ടല്ലോ, അതിനെ കോമൺ ആയിട്ട് കൊടുക്കുന്നു. ടി എച്ച് മൈനസ് ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു, ബാക്കി എന്തുണ്ട്? അവിടുത്തെ മൈനസിന് ഇപ്പുറത്തോട്ട് കൊടുക്കുന്നു, മൈനസ് യു ഡി എ. മൈനസ് യു ഡി എ. ബാക്കിയുള്ള ഭാഗത്തിന് അങ്ങനെ അവിടെ എടുത്ത് എഴുതാം. ഹോൾ ഓഫ് എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ്. അതാണ് ആ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡി ഓഫ് ടി എച്ച് മൈനസ് ടി സി ഡിവൈഡഡ് ബൈ ടി എച്ച് മൈനസ് ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് യു ഡി എ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? തെറ്റൊന്നുമില്ലല്ലോ? കറക്റ്റ് അല്ലേ? ഓക്കെ. സോ ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകും. ഈ ഡിഫറൻസിയേഷൻ മാറ്റാനായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. സോ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എൽ എൻ ഓഫ് നാച്ചുറൽ ലോഗ് ഓഫ് എന്ത് വന്നു? നമുക്ക് എന്താ പറയണത്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടി എച്ച് മൈനസ് ടി സി ഡിവൈഡഡ് ബൈ ടി എച്ച് മൈനസ് ടി സി ആണ് വരിക. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1 to 2. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ എന്നുള്ളത് 2 ആണ്, 1 to 2 ആണ്. ആ 1 to 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽ എൻ ഓഫ് ടി എച്ച് ടു മൈനസ് ടി സി ടു, ln of th2 minus tc2 divided by എന്താണ്? th1 minus tc1. ഇനി വന്ന് ln of th2 minus tc2 divided by എന്താ വരേണ്ടവ? th2 minus tc2 divided by എന്താണ്? th1 minus tc1. ഓക്കെ, കിട്ടിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് യു എ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള സെയിം തന്നെ. ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. ഈ ലെഫ്റ്റ് സൈഡ് അവിടെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നാച്ചുറൽ ഓഫ് ടി എച്ച് ടു മൈനസ് ടി സി ടു ഡിവൈഡഡ് ബൈ ടി എച്ച് വൺ മൈനസ് ടി സി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അവിടെ ഉണ്ട്, സി എച്ചിന് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ മൈനസ് യു എ ഡിവൈഡഡ് ബൈ സി എച്ച്, മൈനസ് യു എ ഡിവൈഡ് ബൈ സി എച്ച് എന്ന് പറയുമ്പോൾ സി എച്ച് പുറത്തേക്ക് വന്നല്ലോ. ബാക്കി എന്തുണ്ട്? സി എച്ചിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മൾ ഡിവൈഡ് ചെയ്തു സി എച്ച് വന്നപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ നമ്മൾ എന്ത് വന്നു? 1 ഇവിടെ വന്നു. പ്ലസ് എന്ത് വന്നു? ഇത് ബൈ സി എച്ച് ആണ് വരണേ അല്ലെ? അപ്പൊ അത് മുകളിലോട്ട് വന്നു അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പൊ എങ്ങനെ വന്നു? പ്ലസ് നമ്മൾ സി എച്ച് ഡിവൈഡ് ചെയ്തപ്പോ എന്ത് വന്നു? ഇത് സി സി ബൈ സി എച്ച് ആ വരണേ. അപ്പൊ ആ സി എച്ച് മുകളിലോട്ട് വന്നു. സി എച്ച് അങ്ങനെ നമുക്ക് എന്ത് വന്നു? ഇവിടെ ശരിക്കും വരണേ എങ്ങനെയാ? സി സി ബൈ സി എച്ച് ആ വരണേ. അപ്പൊ എങ്ങനെ വന്നു? ഡിവൈഡഡ് ബൈ 1. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോ എന്തായി? 1 പ്ലസ് സി എച്ച് ബൈ സി സി ആക്കി. ഫ്രം ദിസ് ഇക്വേഷൻ അഗെയിൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. നമുക്ക് എന്ത് കിട്ടി? ഈ ടി എച്ചിനെ കോമൺ ആയിട്ട് കൊണ്ടുവരണം അല്ലേ? th2 minus tc2 divided by th1 minus tc1 that is equal to എന്താണ്? എക്സ്പോണൻഷ്യൽ ഓഫ് എന്താ പറയുന്നത്? മൈനസ് യു എ ഡിവൈഡഡ് ബൈ സി എച്ച്. അതവിടെ ഉണ്ട്, മൈനസ് യു എ ഡിവൈഡ് ബൈ സി എച്ച്. ഇനി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ്? 1 പ്ലസ് സി എച്ച് ബൈ സി സി, 1 പ്ലസ് സി എച്ച് ബൈ സി സി. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇത് അവിടെ നിൽക്കട്ടെ. ഇക്വേഷൻ നമ്മൾ കിട്ടിയത് അവിടെ നിൽക്കട്ടെ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അഗെയിൻ നമ്മൾ ഇതിലേക്ക് നമ്മൾ എഫക്റ്റീവ്നെസ് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടി എച്ച് വണ്ണും ടി എച്ച് ടു ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. ഈ ടി എച്ച് ടുവിനെയും അതുപോലെ തന്നെ ടി സി ടുവിനൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം അഗെയിൻ കം ടു എന്താണ്? എക്സ്പ്രഷൻ എഫക്റ്റീവ്നെസ്. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചുള്ള എക്സ്പ്രഷൻ ആണ്. നമുക്കറിയാം എഫക്റ്റീവ്നെസ് ഈക്വൽ ടു ക്യൂ ആക്ച്വൽ ഡിവൈഡഡ് ബൈ ക്യൂ മാക്സ്. Effectiveness equal to Q actual divided by
Qmax. So CH into TH1 minus TH2 divided by C minimum into TH1 minus TC1. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അതല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് സി സി ഇൻറ്റു ടി സി ടു മൈനസ് ടി സി വൺ ഡിവൈഡ് ബൈ സി മിനിമം ഇൻറ്റു ടി എച്ച് വൺ മൈനസ് ടി സി വൺ. ഇത് ഒന്ന് ഹോട്ട് ഫ്ലൂയിഡിന്റെ കേസിലും അടുത്തത് കോൾഡ് ഫ്ലൂയിഡിന്റെ കേസിലും വരാവുന്ന ഓപ്ഷൻ ആണ്. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? സി മിനിമം എന്നുള്ളത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? ഇതിനകത്ത് ടി എച്ച് ടുവിനെ കണ്ടുപിടിക്കാൻ പോവാം. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ടി എച്ച് ടു. അപ്പൊ ടി എച്ച് ടു നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ നമ്മൾ ഒരു സൈഡ് നിർത്തണം. അപ്പൊ നമുക്ക് എന്ത് വരും? എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം, എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു ടി എച്ച് വൺ മൈനസ് ടി എച്ച് ടു ഡിവൈഡഡ് ബൈ എന്ത് വരും? സി എച്ച് വരും. പിന്നെ ബാക്കിയുള്ള ടി എച്ച് വൺ മൈനസ് വരും. അപ്പൊ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്. സോ ടി എച്ച് ടു, ഈ ടി എച്ച് ടു നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റുകയാണ്. ടി എച്ച് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എച്ച് വൺ മൈനസ് എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു ടി എച്ച് വൺ മൈനസ് ടി സി വൺ ഡിവൈഡഡ് ബൈ സി എച്ച്. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് പറ്റത്തില്ലേ? ഒന്നുമില്ല, ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കൊണ്ടുവന്നു. ഇനി അതിനകത്ത് നമ്മൾ എന്ത് കൊണ്ടുവരണം? ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ സി എച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? ടി എച്ച് വൺ മൈനസ് ടി എച്ച് ടു ആയി. ഇനി ഇതിനകത്ത് ടി എച്ച് ടു കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടി എച്ച് ടുവിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ടി എച്ച് വൺ മൈനസ് ഈ മൊത്തം വരും. അത്രയേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടി സി ടു കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതേ സെയിം മെത്തഡോളജി. ടി സി ടു കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് ടി സി ടു. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു ടി എച്ച് വൺ മൈനസ് ടി സി വൺ ആദ്യം ചെയ്യാം, ഡിവൈഡഡ് ബൈ സി സി ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ടി സി ടു കണ്ടുപിടിക്കണമെങ്കിൽ ടി സി വണ്ണിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. സോ നമുക്ക് എങ്ങനെ എഴുതാം? ടി സി ടു ഈക്വൽ ടു ടി സി വൺ പ്ലസ് എന്താണ്? എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു ടി എച്ച് വൺ മൈനസ് ടി സി വൺ ഡിവൈഡഡ് ബൈ സി സി. ടി എച്ച് വൺ മൈനസ് ടി സി വൺ ഡിവൈഡഡ് ബൈ സി സി. അപ്പൊ നമ്മൾ രണ്ട് ടേം നമുക്ക് കിട്ടി. ടി എച്ച് ടു നമുക്ക് കിട്ടി, ടി സി ടു നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ടി എച്ച് ടുവിനെയും ടി സി ടുവിനെയും ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് പകരം ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. മനസ്സിലായോ? ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്? ഈ വാല്യൂവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. ഞാൻ മൊത്തത്തിൽ എഴുതിയിട്ടില്ല, റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ എഴുതണമെങ്കിൽ എഴുതാം ടി എച്ച് ടു മൈനസ് എങ്ങനെ വരുന്നത്? ടി എച്ച് ടു മൈനസ് ടി സി ടു അല്ലെ? ടി എച്ച് ടു മൈനസ് ടി സി ടു ഡിവൈഡ് ബൈ എന്താ വരുന്നത്? ടി എച്ച് വൺ മൈനസ് ടി സി വൺ. അപ്പൊ നമ്മളതൊന്ന് ചെയ്യാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വന്നു? എഴുതണോ അത്? ടി എച്ച് വൺ നമുക്ക് എഴുതണമെങ്കിൽ ഞാൻ എഴുതാം ടി എച്ച് ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എന്താ പറയുന്നത്? ടി എച്ച് ടു എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ ടി എച്ച് വൺ മൈനസ് എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു ടി എച്ച് വൺ മൈനസ് ടി സി വൺ ഹോൾ ഡിവൈഡഡ് ബൈ സി എച്ച് മൈനസ് എന്താ വരണ്ടാവുക? ടി സി വൺ പ്ലസ് effectiveness into C minimum into TH1 minus TC1 whole divided by CC. That is equal to കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് യു ഇവിടെ എഴുതിയിട്ടില്ല. എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് യു ഡിവൈഡ് ബൈ സി എച്ച് ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ സി എച്ച് ബൈ സി സി. ഇനി ഇതിനെ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരുന്നുണ്ട്? ടി എച്ച് വൺ മൈനസ് ടി സി വൺ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ കോമൺ ആയിട്ട് ഇത് ഇങ്ങനെയാ വരിക അല്ലെ? കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടി എച്ച് വണ്ണിനും ടി സി വണ്ണിനും നമ്മൾ അങ്ങ് പുറത്തോട്ട് എടുക്കാം. അപ്പൊ നമ്മൾ താഴെ ടി എച്ച് വൺ മൈനസ് ടി സി വൺ ഉണ്ടല്ലോ, അപ്പൊ അത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും ആ രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ബാക്കി എന്ത് വരുന്നുണ്ടോ? വൺ ഡിവൈഡ് ബൈ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? വൺ ഡിവൈഡഡ് ബൈ നമുക്ക് നോക്കാം. വൺ ഡിവൈഡ് അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കോമൺ ആയിട്ട് വൺ ടി എച്ച് വണ്ണും ടി എച്ച് വണ്ണിനും പുറത്തേക്ക് എടുത്തു. സോ നമുക്ക് എങ്ങനെ എഴുതാം? വൺ ഡിവൈഡഡ് ബൈ ടി എച്ച് വൺ മൈനസ് ടി സി വൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബാക്കിയുള്ളതിനെ നമ്മൾ കോമൺ ആയിട്ട് എഴുതാൻ പോവാം. ബാക്കി എന്താ കോമൺ ആയിട്ടുള്ളത്? ഈ ടി എച്ച് വണ്ണും ടി സി വണ്ണും ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കോമൺ ആയിട്ട് എടുത്ത് എഴുതി. ടി എച്ച് വൺ മൈനസ് ടി സി വൺ മൈനസ് ഓഫ് സി മിനിമം. എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം കോമൺ അല്ലേ? എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ഇൻറ്റു എന്താ വരുന്നത് നോക്കുക. നോക്കി കഴിഞ്ഞാൽ അറിയാം ടി എച്ച് വൺ മൈനസ് ടി സി വൺ കോമൺ ആണ്. ഇനി ബ്രാക്കറ്റഡ് ബാക്കി എന്തുണ്ട്? ഈ വൺ ഡിവൈഡഡ് ബൈ സി എച്ചും വൺ ഡിവൈഡഡ് സി സി ഉണ്ട്, അതെടുത്ത് എഴുതി. വൺ ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് യു എ ഡിവൈഡഡ് ബൈ സി എച്ച് ഇൻറ്റു വൺ പ്ലസ് സി എച്ച് ബൈ സി സി.
കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ എന്താ കോമൺ ആയിട്ട് എടുക്കുന്നത്? ഈ TH1 TS1 നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? അവിടെ ബാക്കി എന്തുണ്ട്? 1 ആയി. ആ ടേം മൊത്തം എന്തായി? 1 ആയി. അല്ലെങ്കിൽ ഹോൾ ഡിവൈഡഡ് ബൈ TH1 മൈനസ് TC1. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ TH1 TS1 ക്യാൻസൽ ആയി പോയി. ഇവിടെ നിന്ന് ഈ ടേം എന്തായി? 1 ആയി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ഈ TH1 TS1 ക്യാൻസൽ ആയി പോയി. 1 മൈനസ് effectiveness into C minimum into 1 divided by CH plus 1 divided by CC, that is equal to exponential of minus UA divided by CH into 1 plus CH by CC. ഒന്നും കൂടെ ഇക്വേഷൻ ചെറുതായി. From this equation we can find the value of effectiveness. Effectiveness equal to 1 minus, നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിച്ചൂടെ? effectiveness കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ ടേമിനെ മൊത്തം അങ്ങ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള എങ്ങനെ എടുത്ത് എഴുതണോ? എഫക്റ്റീവ്നെസ് ഇൻറ്റു, ഇനി നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം, എഫക്റ്റീവ്നെസ് ഇൻറ്റു സി മിനിമം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എങ്ങനെ എഴുതാം? എക്സ്പോണൻഷ്യൽ ഇൻറ്റു മൈനസ് യു എ ഡിവൈഡഡ് ബൈ സി എച്ച് ഇൻറ്റു എന്താണ്? എന്താ വരണ്ടാവുക? നമ്മുടെ താഴെ എടുത്ത് എഴുതാനോ, തെറ്റിക്കരുത്. 1 പ്ലസ് സി എച്ച് ബൈ സി സി ഹോൾ ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം? ബാക്കി അവിടെയുള്ള ടേമിന് എടുത്ത് എഴുതണ്ടേ? എങ്ങനെ എഴുതേണ്ടത്? സി മിനിമം അല്ലേ? ബാക്കിയുള്ള ടേമാണ്. നമുക്കവിടെ സ്ഥലം കുറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകും. സി മിനിമം 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. കിട്ടിയല്ലോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാം. അപ്പൊ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇവിടെ സി മിനിമം ആദ്യം വരില്ല, 1 ബൈ സി എച്ച് പ്ലസ് സി സി വരുള്ളൂ. ഇനി എഫക്റ്റീവ്നെസ് അതിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എഫക്റ്റീവ്നെസ് ഈ സി മിനിമം താഴേക്ക് വരും. സോ 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് യു എ ബൈ സി എച്ച് പ്ലസ് എന്താണ്? 1 പ്ലസ് സി എച്ച് ബൈ സി സി കോമൺ ഹോൾ ഡിവൈഡഡ് ബൈ സി മിനിമം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. സിമ്പിൾ ആണ്. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ LMTD കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് ഇത്. LMTD കഴിഞ്ഞ വരുന്ന ഒരു കാര്യമാണ് ഡിറൈവ് ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ്നെസ്. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഇനി അതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് സി എച്ച് ആണോ സി സി ആണോ ഏതാണ് ഹയർ എന്നോ മിനിമം എന്നൊന്നും അറിയില്ല. നമ്മൾ അതിന് കോമൺ ആയിട്ട് ഒരു ഇക്വേഷനിലേക്ക് ഫോമിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുവാണ്. സോ ഇഫ് ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുവാണ് സി സി, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എന്താണ്? സി എച്ച്, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി മിനിമം എന്ന് പറയുന്നത് എന്തായിട്ട് വരും? സി എച്ച് ആയിട്ട് വരും. സി മാക്സിമം എന്നുള്ളത് എന്തായിട്ട് വരും? സി സി ആയിട്ട് വരും. സി മാക്സിമം എന്നുള്ളത് എന്തായിട്ട് വരും? സി സി ആയിട്ട് വരും. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ വരും എന്താണ് നോക്കണേ. സോ എഫക്റ്റീവ്നെസ് ഈക്വൽ ടു അപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു കാര്യമാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാ? ഇവിടത്തെ സി എച്ച് എന്നുള്ളത് എന്തായിട്ട് മാറി? സി എച്ച് എന്നുള്ളത് സി മിനിമം, സി സി എന്നുള്ളത് എന്തായിട്ട് മാറി? സി മാക്സിമം ആയിട്ട് മാറി. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് വന്നു? 1 മൈനസ്, അപ്പൊ ഇവിടെയും നമ്മൾ എന്താവും? സി എച്ചും സി സി മാറും. So 1 minus exponential minus UA divided by C minimum into 1 plus C minimum divided by C max whole divided by 1 plus C minimum divided by C max. ഒരു പ്രശ്നമില്ലല്ലോ. സി എച്ചിനും സി സിനും നമ്മൾ എന്ത് ചെയ്തു? സി മാക്സും സി മിനിമം ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി അടുത്ത ഓപ്ഷൻ, രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് സി സി ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ലെസ് ദാൻ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്. അപ്പൊ എന്താ പ്രത്യേകത? സി മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? സി സി ആയിരിക്കും. സി മിനിമം എന്നതായിരിക്കും ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ആയിരിക്കും. സി മാക്സിമം എന്നുള്ള എന്തായിരിക്കും? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എഫക്റ്റീവ്നെസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഇൻറ്റു മൈനസ് യു എ ഡിവൈഡഡ് ബൈ സി മാക്സ് ഇൻറ്റു 1 പ്ലസ് എങ്ങനെ വരും? സി മാക്സ്. നമ്മൾ റീപ്ലേസ് ചെയ്തു അല്ലെ? സി മിനിമത്തിനെ സി സി ആക്കി, സി മാക്സിമത്തിനെ സി എച്ച് ആക്കി. എങ്ങനെ എഴുതാം? സി മാക്സ് ഡിവൈഡഡ് ബൈ സി മിനിമം ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? 1 ഡിവൈഡഡ് ബൈ സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ്. അപ്പൊ നമ്മൾ ഈ ഒറ്റ ഇക്വേഷനിൽ നിന്ന് 2 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഓക്കെ ആണല്ലോ? ഈ ഒറ്റ ഇക്വേഷനിൽ നിന്ന്
രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോ? ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അല്ലെ. സി മാക്സും സി മിനിമം ഒക്കെ എച്ചും എന്നൊക്കെ മാറുമ്പോൾ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഓക്കെ, അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഞാൻ അത് എടുത്ത് എഴുതണില്ല, നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു കോമൺ ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ ഇക്വേഷനാണ് നമ്മളിവിടെ താഴെ എടുത്ത് എഴുതുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫക്റ്റീവ്നെസ്, ഇത് നമ്മുടെ ഡാറ്റ ബുക്കിനകത്ത് അവൈലബിൾ ആണ്. എഫക്റ്റീവ്നെസ് ഈക്വൽ ടു 1 മൈനസ് എങ്ങനെ വരുന്നുണ്ടാവുക, 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് യു എ ഡിവൈഡഡ് ബൈ സി മിനിമം ഇൻറ്റു 1 പ്ലസ് സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് 1 പ്ലസ് സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ് 1 പ്ലസ് സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും കേസിലും നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നമ്മൾ പറഞ്ഞു മാക്സിമം ആവണമെങ്കിൽ എങ്ങനെയാ വരേണ്ടത്, നമുക്കറിയാം സി മിനിമം എന്നുള്ളത്, സി മിനിമം ആയിരിക്കണം, ടെമ്പറേച്ചർ ഡിഫറൻസ് ഹയർ ആയിരിക്കണം. അപ്പൊ സി മിനിമം ആയിരിക്കണമെങ്കിൽ സി മിനിമം എന്നുള്ളത് എവിടേക്കാണ്, ഏതിനാണ് സി മിനിമം വരാൻ ചാൻസ് ഉള്ളത്, ദാറ്റ് ഈസ് ഹോട്ട് ഫ്ലൂയിഡ്. അതാണ് ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ effectiveness equal to 1 minus exponential of minus UA divided by C minimum into 1 plus C minimum by C max divided by 1 plus C minimum by C max. ഇവിടെ നമുക്കറിയാം സി മിനിമമോ സി മാക്സോ സി എച്ചോ സി സിയോ ഏതായാലും ഇതെന്താണ്, ഈ ഇക്വേഷനകത്ത് മാറ്റം വരത്തില്ല. അതാണ് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ. കിട്ടിയല്ലോ? നമ്മൾ കാണുന്ന ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താണ്, കേട്ടല്ലോ? സോ ഇനി നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലെ കേസുകൾ കൂടെ പറഞ്ഞ് നമുക്ക് സമപ്പ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് അറിയോ, നോക്കാം. നമുക്കറിയാം സി മിനിമം അല്ലെങ്കിൽ സി മാക്സിമം എന്നുള്ളത് നമുക്കറിയാം ബേസ്ഡ് ഓൺ എന്താണ്, ഹീറ്റ് കപ്പാസിറ്റീസ് ആണ്. അത് സി എച്ച് ആവാം ഓർ മേ NTU, number of transfer unit. ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ്. സോ NTU എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് എ മെഷർ ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുന്നതിന്, ദാറ്റ് ഈസ് മെഷർ ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെയാണ് നമ്മൾ പറയുന്നത് NTU എന്ന് പറയുന്നത്. That is measure of effectiveness of heat exchanger നമ്മൾ എന്ത് പറയുന്നത്, NTU എന്ന് പറയുന്നത്. സോ അഗെയിൻ അടുത്തൊരു ഡയമെൻഷൻലെസ് ഒരു കാര്യം കൂടെ നമ്മളോട് ചെയ്തു. ഇവിടെ കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്, NTU. UA by C മിനിമത്തിനെ നമ്മൾ എന്താക്കി മാറ്റി, NTU ആക്കി മാറ്റി. അതുപോലെ അടുത്തൊരു ഡയമെൻഷൻലെസ് നമ്പർ ഉണ്ട്, C മിനിമം ഡിവൈഡഡ് ബൈ C മാക്സ്. C മിനിമം ഡിവൈഡഡ് ബൈ C മാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റി റേഷ്യോ. സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റി റേഷ്യോ അല്ലെങ്കിൽ R. അപ്പൊ അതും കിട്ടിയല്ലോ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. കോൺസെപ്റ്റ് ഓക്കെ, NTU എന്താണെന്ന് കിട്ടി, അതുപോലെ തന്നെ കപ്പാസിറ്റി റേഷ്യോ R എന്താണെന്നുള്ളത് നമുക്ക് കിട്ടി. നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഫ്ലോ അറേഞ്ച്മെന്റ്, നമ്മൾ പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ അല്ലെങ്കിൽ ക്രോസ് ഫ്ലോ ഏതായാലും നമുക്ക് അറിയാം ഈ ഡയമെൻഷൻലെസ് പാരാമീറ്റേഴ്സ് നമ്മൾ ഫ്ലോ അറേഞ്ച്മെന്റ് പഠിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലെ. എക്സ്പോണൻഷ്യൽ നമ്മൾ എന്ത് ചെയ്തു, UA ബൈ സി മിനിമത്തിന് പകരം നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ഓഫ് N C minimum divided by C max 1 plus C minimum divided by C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്, 1 പ്ലസ് സി മിനിമം ഡിവൈഡഡ് ബൈ സി മാക്സ്. ഇനി സി മിനിമം ഡിവൈഡ് ബൈ സി മാക്സ് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. സോ എഫക്റ്റീവ്നെസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് NTU ഇൻറ്റു 1 പ്ലസ് R ഡിവൈഡഡ് ബൈ 1 പ്ലസ് R. 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഇൻറ്റു മൈനസ് NTU ഇൻറ്റു 1 പ്ലസ് R ഡിവൈഡഡ് ബൈ 1 പ്ലസ് R. കിട്ടിയല്ലോ? ഇതാണ് എഫക്റ്റീവ്നെസ് ഫോർ, ഇതാണ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. This is for effectiveness for എന്താണ്,
പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്നും കൂടെ, ചെറിയൊരു ഡെറിവേഷൻ ആണ്, എല്ലാവരും ഒന്നും കൂടെ റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ 2 പ്രാവശ്യം നോക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം എഴുതുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് ദാറ്റ് ഈസ് ഫോർ നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ വരുന്നുണ്ടാവുക. ഓക്കെ, താങ്ക് യു.